മോളെ പാതയത്തിന്റെ പെട്ടി എടുത്തോണ്ട് പോവാ. ഞാൻ വരുന്നച്ചാ. ഗോപാല, നീ എന്താ താമസിച്ചത്? ഇന്നലെ മണി കൂടിപ്പോയാ തന്നെ ഇപ്പഴാ എഴുന്നേറ്റ്. അല്ല, ഈ സുനയും കൊണ്ടാണോ പോകുന്നത്? എടാ, ലേഡീസ് പള്ളിക്കൂടത്തിന്റെ അടുത്തേക്കല്ലേ പോകുന്നത്? ഈ സാധനങ്ങളൊക്കെ ധാരാളം മതി. ഇതുകൊണ്ട് പോയാലേ എനിക്കും തല്ലി കിട്ടും. എടാ, ഫൂൾ ഡൗണെ കുഴിയാനയെ കൊമ്പനാനയാക്കി അതിന്റെ വാല് മാത്രം ലേലം ചെയ്ത് കൊമ്പനാനയുടെ വില മേടിക്കുന്നവനാ ഈ ലേലം പിള്ള. മോളെ, ആ ബോക്സ് എവിടെ കൂടി? ഇയാളിന്നും അച്ഛനെ കൊണ്ട് കള്ളുകുടിപ്പിച്ചെങ്കിൽ വന്നേരെ ചെവിക്കുറ്റി നോക്കി തരുന്നുണ്ട്. അധികം പൊങ്ങാതെ നിലത്ത് വെക്കല് പെണ്ണേ. ഇല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും? ചേച്ചേ, മോള് വഴക്കുണ്ടാക്കണ്ട. അച്ഛൻ നിന്ന് ഡ്രിങ്ക് കുടിക്കൂല. ഡെഫിനിറ്റ് ലിഫ്റ്റ് എന്നും ഇങ്ങനെ പറയും. ഇന്ന് ആരെയാ അച്ഛനെ ചീത്തയാക്കുന്നത്? തന്റെ അടുത്തേക്ക് ഞാൻ നോക്കത്തില്ല. പെടലി അടിച്ചിരിച്ചോളെ. തന്റെ അമ്മച്ചി ചെന്ന് അടിക്കത്തേ ഉള്ളൂ. ചോര ഉണ്ടെങ്കിൽ അടിച്ചു നോക്ക്. നീ ഒന്ന് അടങ്ങും മോളെ. എടാ ഗോപാല, ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാതെ പെണ്ണല്ലടാ. അവൾ എന്തെങ്കിലും പറയട്ടെ. ആശാനായി പെണ്ണ വഷളാക്കുന്നത്. എടാ, തള്ളില്ലാത്ത പെണ്ണല്ലടാ. യു ഡോണ്ട് ടോക്ക് ഇൻ ദ ലേഡി. മോളെ, കുരുത്തക്കെടൊന്നും പോവാതെ അടങ്ങി ഒതുങ്ങി സ്ഥലത്ത് ഇരുന്നോളാൻ പറ്റുമോ? അച്ഛൻ വരുമ്പോ മിഠായി കൊണ്ട്. എനിക്ക് മിഠായി ഒന്നും വേണ്ട. അച്ഛൻ കള്ളു കുടിക്കാതെ വന്നാ മതി. ശരി, എന്റെ പൊന്നു മോളാണ്. അച്ഛന്റെ ഡ്രിങ്കിൽ കൈയോട് തൊടൂല. എന്റെ പൊന്നു മോള് അച്ഛനെ കുടിക്കൂല. എടാ ഗോപാല, യു പ്ലീസ് കം വിത്ത് മൈ ബാഗ്. അണ്ടർസ്റ്റാൻഡ്? തന്നെ അച്ഛനെ കൊണ്ട് കുടിപ്പിച്ചാലുണ്ടല്ലോ. അരേ ജാദുകുമാർ ജഗന്നാഥ് 5-13. കുട്ടികളെല്ലാവരും മുഴുവൻ കൈയടിക്കണം. അമേരിക്കൻ കമ്പനിയോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ കമ്പനി ഇന്ത്യയിൽ പ്രത്യേകം തയ്യാർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ തരം പേന. ഈ പേന കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം, ആധാരം എഴുതാം, ലവ് ലെറ്റർ എഴുതാം. മാത്രമല്ല, ഞങ്ങളുടെ കമ്പനി പ്രചരണാർത്ഥം ഈ പേന ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരുന്നു. നിങ്ങൾക്കിത് വാങ്ങി വളച്ചു നോക്കാം, ഒടിച്ചു നോക്കാം, പൊട്ടിച്ചു നോക്കാം, എഴുതി നോക്കാം. ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നു, വളയില്ല, ഒടിയില്ല, പൊട്ടില്ല, എഴുതില്ല. എഴുതും എഴുതും എഴുതും. മാത്രമല്ല, അതുകൊണ്ട് പ്രേമലേഖനം എഴുതി മൃഗത്തിന് കൊടുത്താൽ മൃഗം പോലും നിങ്ങളെ പ്രേമിക്കുമെന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ഈ പേന ഞങ്ങളുടെ കമ്പനി ആവശ്യാർത്ഥം വളരെ തുച്ഛമായ വിലയ്ക്ക് ഏതാനും ബീഡികളുടെ കാശിന് വേണ്ടി നിങ്ങൾക്കിതാ ഞങ്ങൾ ലേലം ചെയ്ത് വെക്കുന്നു. കൂടുതൽ ആവശ്യക്കാർക്ക് വാങ്ങാം. 10 പൈസ. 10 പൈസ. 25 പൈസ. എത്ര? 25 പൈസ. എന്താ പേര്? എന്റെ പേരാ ഗോപാലൻ. 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 ഗോപാലിന നിർലോഭമായി പണവുമായി 15 പൈസ. 30. നിനക്ക് എന്ത് തന്നെ സുഖാടി. നിന്റെ അന്തേന്ന് കാണട്ടെ. കള്ളും കുടിച്ച് ചെള്ളുവരിച്ച് നടക്കുന്ന നിനക്ക് ആരാടാ പെണ്ണ് തരുന്നത്? എന്റെ മകളെ കേട്ടാൻ രാജകുമാരന്മാര് വരാ. രാജകുമാരന്മാർ. കിങ് ഓഫ് ദി മീനിങ് കിങ്. ആശാനെ, ആശാന്റെ വിറക്ക് പെട്ടിയും തൂക്കി കുറെ നാളുകൊണ്ട് പോവാതെ നടക്കില്ലേ? അങ്ങനെ അങ്ങ് തഴയാതെ. എന്റെ മോളെ കെട്ടാൻ വിചാരിച്ച ആരും പെട്ടി ചുമന്ന് നടക്കേണ്ടവരെ ആവശ്യമില്ല. മൈ ഡിയർ ഗോപാല, പെട്ടി അവിടെ വെച്ച് യു ഗോ ഔട്ട്സൈഡ് പ്ലീസ്. ആശാനെ, ആശാൻ നല്ല ഫിറ്റ്. ആശാൻ 10 കുപ്പി അടിച്ച ആശാന്റെ മൂക്കൊന്നും വേർക്കൂല. അത് കേളാ. കള്ളും കുടിച്ചോണ്ട് എങ്ങാണ്ട് കിടക്കുകയായിരിക്കും. എനിക്ക് വിശക്കണോ? ഞാൻ വല്ലതും കഴിക്കാൻ പോവാ.
കുഞ്ഞിനൊന്നും കഴിച്ചില്ലല്ലോ, ഈ പാല് കുടിക്ക്. എനിക്ക് വേണ്ട. ശാരദ കുഞ്ഞ് പെട്ടെന്നേ ഉള്ളൂ. എന്റെ മടിയിൽ കിടന്നാ കുഞ്ഞ് വളർന്നത്. കുഞ്ഞിനൊന്നും കഴിക്കാതെ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. എന്റെ കുഞ്ഞിത് കുടിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഞാൻ പെറ്റമ്മയല്ലല്ലോ, എനിക്ക് മക്കളുമില്ല. ഞാൻ പട്ടിണി കിടന്നാൽ ആർക്കാ ഛേദം? എന്റെ സ്നേഹം ആർക്ക് വേണം? എന്നെ സ്നേഹിക്കാൻ ആരാ? എന്റെ കുഞ്ഞു കുടിക്കും. രാധമുനക്ക് കോപം ആകാതടി മോളെ, രാധമുനക്ക് കോപം ആകാതടി മോളെ. Salam, please. Don't talk, please. മോളെ, മോളെ രാധേ. അല്ല, നീ എന്തിനാടി പെണ്ണെ എന്നെ നോക്കണത്? ഞാൻ കുടിപ്പിച്ചതല്ല, ആശാൻ തനിയെ കുടിച്ചതാ. എന്റെ പൊന്നു മോളിങ് വന്ന് അച്ഛനെ എന്നൊരു തെറ്റ് പറ്റി. ക്ഷമിക്കടി മോളെ. നീ മേല അച്ഛൻ കള്ള് കൈകൊണ്ട് തൊടൂല. ഡോൺ ടച്ചബിലിറ്റി. അച്ഛേ മോക്ക് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. മോള് തിന്നോ? എനിക്ക് വേണ്ട. പെണങ്ങാരടി മോളെ, എന്റെ പൊന്നു മോളല്ലേ മോളെ. മോള് പോയി അച്ഛന്റെ ചോറ് 2 ആയിട്ട് വിളമ്പണം. മിസ്റ്റർ ഗോപാലിനും ഉണ്ണണം. പോ മോളെ, പോ. ഡോണ്ട് വെരി. പോ. സിറ്റ് ഡൗൺ. മീൻ വെട്ടുന്നിടത്ത് പറ്റിയിരുന്ന് നോക്കുമ്പോലെ നോക്കുന്നത്. നീ അഴിഞ്ഞോടി പെണ്ണെ, നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. ആശാൻ സമ്മതിച്ചിട്ടുണ്ട്. കല്യാണമോ? അതെന്താ? എങ്ങനാടി ഞാനത് പറയുന്നത്? കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പൊ കാണിച്ചു. കല്യാണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലേടി, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ രാത്രിയില് നീ ഇതുപോലെ പായിടും. അപ്പോ ഞാൻ ഇച്ചിരി അമ്മ അടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. നീ പോണ്ടടി, ഇവിടെ ഇരിക്കും. നമുക്ക് ഒരുമിച്ച് കിടക്കാം. അയ്യോ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് കിടന്നാലേ ഉറക്കം വരും. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റുകയാണെങ്കിലേ അങ്ങ് വന്ന് കിടക്കും.